കാസർഗോഡ് രാവണീശ്വരം ചാലിങ്കൽ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാവരെയും ആകർഷിക്കുന്ന ചെറിയ വീടുകൾ കാണാം. റോഡരികിൽ പരശുറാം എക്സ്പ്രസിന്റെ കോച്ചുകളുടെ മാതൃകയിലാണ് മതിലിന്റെയും വീടുകളുടെയും നിർമ്മാണം. മുൻ റെയിൽവേ ജീവനക്കാരനായ ദാമോദരന്റെ വാടക ക്വാർട്ടേഴ്സുകളാണ് ഇത്. രണ്ടു വർഷം മുമ്പ് ഇന്ത്യൻ റെയിൽവേ ഡീകമ്മീഷൻ ചെയ്ത ഓറഞ്ച് നിറത്തിലുള്ള ALCO ലോക്കോമോട്ടീവ് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കോച്ചിന്റെ ആകൃതിയിലാണ് ഇവിടുത്തെ മതിലിന്റെ നിർമ്മാണം. റെയിൽവേയിൽ നിന്ന് വിരമിച്ച ദാമോദരൻ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ട്രെയിനിന്റെ ഓർമ്മകളെയും കൂടെ കൂട്ടി. വീട് പണിയാനൊരുങ്ങിയപ്പോൾ പശ്ചിമ റെയിൽവേയുടെ ആഡംബര ട്രെയിനായ ഫ്ലൈയിങ് റാണിയുടെ കോച്ചിൽ പേരിൽ 1ാം നില രൂപകൽപ്പന ചെയ്തു. പിന്നീട് അമ്മയുടെ പേരിട്ട് ആച്ചാ കോച്ച് നിർമ്മിച്ചു. ഞാൻ എൻ്റെ ഇതിന് ഒരു റെയിൽവേയുടെ മോഡൽ മനസ്സിൽ കണ്ടു, അതുപോലെ ഉണ്ടാക്കി. അപ്പോൾ ആദ്യമൊക്കെ നാട്ടുകാരൊക്കെ എന്നെ എന്ത് വിഡിത്തരാ ചെയ്യുന്നു ചോദിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് അതിൽ എല്ലാവരും എൻകറേജ്മെൻറ്റ് കിട്ടി. പിന്നീട് നന്നാവുമ്പോൾ പിന്നെ അതിനുശേഷമാണ് ഈ മതിലും കൂടി ഒരു എഞ്ചിനും 2 ബോഗിയുമായിട്ട് ഉണ്ടാക്കിയത്. ആച്ചാ കോച്ചിലും റേക്ക് വാളിലും കപ്ലിങ്ങുകളും സ്പ്രിങ്ങുകളും മുതൽ ചക്രങ്ങൾ വരെ എല്ലാം ഉണ്ട്. 1977 റെയിൽവേയിൽ ചേർന്ന ദാമോദരൻ 1996 വിരമിച്ചത്. ആദ്യം വീടിന്റെ നിർമ്മാണ രീതിയിൽ അന്തം വിട്ട നാട്ടുകാരുടെ പിന്നീടുള്ള പിന്തുണ തന്നെയാണ് തന്റെ പ്രചോദനമെന്ന് ദാമോദരൻ പറയുന്നു. ന്യൂസ് മലയാളം, കാസർഗോഡ്. ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോകാൻ പ്രായമോ കാലമോ ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് കാസർഗോഡ് ചെറുവത്തൂരിലെ യശോദ എന്ന വീട്ടമ്മ. മകന്റെ ശിക്ഷണത്തിൽ വാർദ്ധക്യത്തിലും നിരവധി ചിത്രങ്ങൾക്കാണ് യശോദ നിറം പകരുന്നത്. ആഗ്രഹവും പ്രയത്നവും ഉണ്ടെങ്കിൽ പ്രായമൊരു പ്രശ്നമല്ലെന്ന് തെളിയിക്കുകയാണ് കാസർഗോഡ് ചെറുവത്തൂർ കാടങ്കോട് കൊട്ടാരവാതുക്കലിലെ കെ യശോദ എന്ന വീട്ടമ്മ. 68ാം വയസ്സിലും നിരവധി ചിത്രങ്ങൾക്കാണ് യശോദ നിറം പകരുന്നത്. വാർദ്ധക്യത്തിന്റെ അവശതകളെ യശോദ മറികടക്കുന്നത് വരകളുടെയും വർണ്ണങ്ങളുടെയും പുതിയൊരു ലോകം തീർത്താണ്. ചിത്രകലയിൽ യശോദയുടെ ഗുരു മകൻ അജേഷ് ആണ്. ഷാർജയിൽ ചിത്രകലാ അധ്യാപകനായിരുന്നു അജേഷ്. കൊറോണ കാലത്ത് മകൻ നാട്ടിലെത്തിയതോടെയാണ് യശോദയുടെ ജീവിതം മാറുന്നത്. കുട്ടികൾക്കെല്ലാം ക്ലാസ് എടുക്കുമ്പം എനിക്ക് എന്നാലും ആവോ നോക്കി. ഞാനും ബോർഡ് വലിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ വരക്കാനാവോ നോക്കി. കുറച്ച് നാൾ വരച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇട്ടു. പിന്നെ ഇവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പിന്നെ ഓൻ അതിൻ്റെ പുസ്തകം മേടിച്ചുകൊണ്ടു. പിന്നെ കുറേശ്ശെ ഞാൻ വരക്കലായി. അങ്ങനെ ഓന് സന്തോഷമുണ്ട്, അമ്മക്ക് ആവുന്നില്ലേ, അതുകൊണ്ട് പിന്നെ അത്ര പേരെ വരച്ചു. ഞാനൊരു ദിവസം അമ്മേരെ വീട്ടിലേക്ക് വന്നിട്ടാകുമ്പോൾ അമ്മേരെ വരാൻ എന്നെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് ആദ്യം കണ്ടിട്ടാകുമ്പോൾ ഭയങ്കര അതിശയമെന്ന് തോന്നിയത്. ഇത്ര നന്നായിട്ട് വരക്കുന്നു എന്നെല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കും നമ്മുടെ നാടിനും അഭിമാനമായിട്ട് ഞാൻ കരുതുന്നു. അമ്മയുടെ കഴിവ് തിരിച്ചറിഞ്ഞ മകൻ തന്നെ ഗുരുവായി. വരയ്ക്കാനുള്ള പുസ്തകം, കളർ പെൻസിലുകൾ എന്നിവ വാങ്ങി നൽകി. പിന്നീട് നിറങ്ങളുടെ ലോകത്തായിരുന്നു യശോദയുടെ ജീവിതം. ഇക്കാലയളവിൽ 100ഓളം ചിത്രങ്ങളാണ് യശോദ വരച്ചു തീർത്തത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.